Hey guys, അപ്പോൾ വെൽക്കം ബാക്ക് ടു മീറ്റ് മിസ് നന്ദൂസ്. അപ്പൊ കുറെ നാളുകളായിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി മാത്രം. പക്ഷെ ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റ് ഒന്നും ഞാൻ ഇടുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ മറ്റുള്ള വീഡിയോ റിയാക്ട് ചെയ്യുന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി മാക്സിമം ഞാൻ എന്റെ വീഡിയോസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഇപ്പൊ ഞാൻ എടുക്കുന്നത് എന്റെ ബാക്ക് ക്യാമറ, ഫോണിന്റെ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ടാ. ഫ്രണ്ട് ക്യാമറ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശരിയാക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ശരിയാക്കുന്ന വരെ ഷോർട്ട് വീഡിയോ അങ്ങനെ തന്നെ പോട്ടെ. ലോങ് വീഡിയോ ഞാൻ എന്റെ മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ആക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറഞ്ഞു തന്നാണ്. അപ്പൊ വേറെ ഒന്നല്ല, നിങ്ങൾ ഇതുവരെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ടാപ്പ് ചെയ്യണം, പോയിട്ട് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണം, പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്ക്. അപ്പൊ അതിനകത്ത് ഇന്ന് ഞാൻ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് പേരുള്ളത്. അപ്പൊ ആ ഒരു ദിവസത്തെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പൊ കഴിഞ്ഞ 10-ാം തീയതിയാണ് നമുക്കൊരു സെമിനാർ ഉണ്ടായിരുന്നത്, അതായത് കന്യാകുമാരിയിൽ. അപ്പോ എനിക്ക് തോന്നുന്നു 10-ാം തീയതി 10-ാം തീയതി വൈകിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങുന്നത്. അപ്പൊ എന്റെ മൈൻഡിൽ ഞാൻ 11-ാം തീയതി പോവാ, അങ്ങനത്തെ രീതിയിലാണ് ഡിസൈഡ് വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ 11-ാം തീയതി പോവാണെങ്കിൽ തന്നെ തമിഴ് അറിയത്തില്ല, പിന്നെ അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവൾമാര് പോകുമ്പോ തന്നെ അവരൊപ്പം തന്നെ പോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഡിസൈഡ് അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പൊതുവെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വന്നു കഴിഞ്ഞാല് അപ്പൊ എനിക്ക് നെഗറ്റീവ് അടിക്കും. റീസൺ ഒന്നുമില്ല, പെട്ടെന്ന് നെഗറ്റീവ്. അങ്ങനെ 10-ാം തീയതി നമ്മള് വൈകിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ 10-ാം തീയതി വൈകിട്ട് നമ്മൾ ഇറങ്ങിയ ശേഷം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നു, പെട്ടെന്നൊരു ഡിസിഷൻ ആയിരുന്നു. 11-ാം തീയതി പോകുന്ന പറഞ്ഞാൽ ഞാൻ 10-ാം തീയതി വൈകിട്ട് തന്നെ ഇറങ്ങണമെങ്കിൽ പെട്ടെന്നായിരുന്നു എല്ലാവരും. അങ്ങനെ ഫുഡൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പോണ വഴിക്ക് ഒരു ഷവർമ വാങ്ങിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ പോയിട്ട് നമ്മൾ ഫുഡിലൊന്ന് കഴിച്ചു. പിന്നെ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാം ഒരേ ട്രെയിനിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂർ ഉണ്ടല്ലോ യാത്ര. അപ്പൊ ആ ഒരു സത്യം പറഞ്ഞാല് ഞാൻ കോളേജില് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ, വാക്കുകൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമാധാനത്തോടു കൂടി യാത്ര ചെയ്തിട്ടുള്ള 2 ദിവസങ്ങളായിരുന്നു ഇത്. ആഹ് പൊതുവെ ഞാൻ ഇതിനു മുന്നേ ആഹ് എന്താ എനിക്കാണെങ്കിൽ ഈ ഫ്രണ്ട്സ് ഈ പേടിയാ ഇപ്പൊ. ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കൂടുതലായിട്ട് അടുക്കുന്നതൊക്കെ ഭയങ്കര പേടിയാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതേപോലുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അവരുടെ പെരുമാറ്റങ്ങളായി കഴിഞ്ഞാൽ, പ്രവർത്തികളായി കഴിഞ്ഞാലും ഒരുപാട് നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് തിങ്ക് ചെയ്യും, ഓക്കെ എന്താകും എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെ എന്തൊക്കെയായിരുന്നു. അങ്ങനെ നമ്മൾ പക്ഷെ ഞാൻ ഈ 2 ദിവസം ഞാൻ പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ എന്റെ ദൈവമേ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ അത്രയ്ക്ക് സന്തോഷിച്ചു. എനിക്ക് ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും എന്റെ കോളേജ് ലൈഫ് തിരിഞ്ഞ് ആലോചിക്കുമ്പോഴേക്കും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച 2 ദിവസം എടുത്തു പറയാൻ പറ്റിയത് എനിക്ക്. അങ്ങനെ ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ. അവിടെ ചെന്ന് നമ്മൾ ഓട്ടോയൊക്കെ കയറി, ഓട്ടോയിലൊക്കെ കയറി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊക്കെ എത്തി. അപ്പൊ അവിടെ റൂം എന്ന് പറയുന്നത് ഇത്ര വർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചേച്ചിമാരുടെ കിട്ടിയത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ബാച്ചിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയെന്ന് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോ തൊട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യമായിട്ടും അറിയാം, റീസൺ ഒന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി രാഖി. അപ്പൊ അവള് ഇങ്ങനെ എന്നോട് ചോദിച്ചു, എടി റൂമിലേക്ക് വരുതാന്ന് ചോദിച്ചു. അപ്പൊ ഫസ്റ്റിന് ഞാൻ ഒന്ന് മടിച്ചു, പിന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് നോ എന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും ഞാൻ ഈ ഒരു 2 ദിവസത്തെ ആ ഒരു മെമ്മറീസ് ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ റൂമില് പൂജ, ഞാൻ, സരീന, രാഗി, ഇത്രയും പേര്. രാത്രി ഉറങ്ങുന്നിട്ട് തగ్గടിക്കുന്നു, രാവിലെ എണീക്കുമ്പോ തగ్గടിക്കുന്നു. തഗ്ഗോട് തഗ്, ഒരെണ്ണം വിട്ടെടുക്കുന്നില്ല. ഒരെണ്ണം പറഞ്ഞ് ഒഴിവ് അടുത്ത് തുടങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ അന്ന് രാത്രി 10-ാം തീയതി രാത്രി നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത്. അത് അത്യാവശ്യം നടന്ന് രാത്രി നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു നടത്തമായിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന ആളാ. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴേക്കും നമ്മൾ ക്ലാസ്സിന് പോകുമ്പോഴായി കഴിഞ്ഞാൽ എല്ലാം എന്താ
എല്ലാരും കെയറിങ് അല്ല, ബട്ട് ലൈക്ക് എല്ലാവരും ഒരുമിച്ച് പോകുക വരിക, അങ്ങനെ കുറെ ഒരുപാട് സംസാരിച്ചു നമ്മൾ അങ്ങാട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട 3 ആൾക്കാരാണ് ഗോകുല്, കലീന, പൂജ. ആഹ് ഗോകുലൊക്കെയായിട്ട് ഓൾറെഡി കമ്പനിയാണ്. പക്ഷെ ബാക്കി രണ്ടുപേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം അവരായിട്ട് കമ്പനി അടിച്ചിട്ടില്ല. പക്ഷെ അവരായിട്ട് കൂടുതൽ എന്താ, ഒരുപാട് നമ്മള് പുറത്തുനിന്ന് ഒരാളെയും അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ബിൽഡപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ അവരെ പറ്റി മനസ്സിലാക്കുന്ന ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ അവരോട് കുറെ സംസാരിച്ചു. എനിക്ക് അതൊക്കെ ഭയങ്കര കാര്യമായിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കന്യാകുമാരി ബീച്ചിൽ പോയി കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പക്ഷെ എടുത്ത ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇപ്പോഴും കണ്ടോണ്ടിരിക്കാതെ നമ്മൾ ഗാലറി ഓപ്പൺ ആക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു ഡേ എന്ന് പറഞ്ഞത്, അത് എത്ര പേർക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചത് ഭയങ്കര എന്തോ എന്താ എന്തൊക്കെയോ കിട്ടിയ ഒരു ഫീലാ. അങ്ങനെ അപ്പൊ അത്രയൊക്കെ ഉള്ളു. ഞാൻ വേണമെങ്കിൽ അവിടെ പോയ കുറച്ച് വീഡിയോസ് ഒക്കെ, എന്റെ ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ വീഡിയോന്റെ ഒപ്പം ആഡ് ആക്കാം. പിന്നെ കന്യാകുമാരി ബീച്ചിൽ വിട്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എല്ലാവരും കൂടെ ഒരു 4-4:30 ആ ടൈമിലൊക്കെ എണീച്ച് കുളിച്ചെന്നില്ല, അത് ഒരു സത്യം. നമ്മൾ അവിടെ പോയി സൺറൈസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുറെ ഫോട്ടോസ് എടുത്തു. കന്യാകുമാരി ബീച്ചിൽ പോയപ്പോൾ കുറെ ഫോട്ടോസ് എടുത്തു. പിന്നെ കുറെ നമ്മൾ നടന്നു, സംസാരിച്ചു. അങ്ങനെ ഒരുപാട് 2 ദിവസം വെച്ചാൽ പെട്ടെന്ന് പോയി. പക്ഷെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതിനു മുന്നേ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് കൊണ്ട് ഞാൻ കുറെ പേരെ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ അവോയ്ഡ് ചെയ്ത് വിട്ടു. കുറെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ കണ്ടില്ല എന്ന് എനിക്ക് നടന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് അവർക്ക് മനസ്സിലാവുന്നതൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും എനിക്ക് അവരോട് വേറെ ദേഷ്യം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അവരെ പറ്റി വിചാരിച്ച നേരെ ഓപ്പോസിറ്റ് എന്നോട് പ്രവർത്തിക്കുമ്പോഴേക്കും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ അതിന്റെ ഇടയിൽ ഇവർക്കിടയിൽ ചെന്ന് വിടുന്നതും, അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ബോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. സോ എനിക്ക് ലാസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ അമിതമായിട്ട് ഒരു ഫ്രണ്ട്സിനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. എല്ലാവരും ലിമിറ്റ് വെച്ചിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് അവർ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഈ റിലേഷൻഷിപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. മേ ബി നമ്മുടെ കൂട്ടത്തിൽ ചതിയന്മാരുണ്ടായിരിക്കാം, നമ്മളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നവരായിരിക്കാം, മാറി നിന്ന് നമ്മളെ കുറ്റം പറയുന്നവരായിരിക്കാം. മേ ബി ആരും ആയിക്കോട്ടെ, നമ്മളായിട്ട് മിനിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുക. അത്രയൊക്കെയുള്ള വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു കാണാനായിട്ട് വീണ്ടും വരാം. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് അടിക്കുക, ഷെയർ അടിക്കുക, പറയണ്ടല്ലോ, അത്രേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ബൈ.